Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And yes, today is a character reaction and a pretty long duration reaction because I'm going to be reacting to 3 episodes back to back. This is Dusra limited series. There are 3 parts to it. All of them fairly like 12 minutes long on an average. And what you guys told me that this is a continuation of Arrangement Kalyanam. And well, I'm really excited to see what happens because at the end of Arrangement Kalyanam, we find out that the father has not agreed to the marriage and the Kalyanam of this couple played by Kiran and the lady, I don't know her name, but because of course he found out that Kiran and Arjun's character, they were lying to him all the time, and Sabrish's character is of course the villain here. He wants to get married to the girl. He doesn't want Kiran to get married, and Jeevan is the father who is like, no, I'm not ready. I'm not ready to get my daughter married to this liar, basically. Let's see what happens. I hope Babu Nambuteri plays a vital role in this series also. I hope he has been given a meaty role because I really love that character. So yes, without dealing this any further, there are 3 episodes. Let's just get right into it. All right. I'll put the timestamps, of course, of all the episode reactions, so you can watch this at one go, or you can go to your favorite episode reaction. So let's react to Dusra Part 1. Ajmal Bismi Dusra. Ajmal Bismi is a brand. ഏതാണ്ടെല്ലാം ഉണ്ട്. കൂട്ടിക്കോ. അപ്പോൾ 355 ആവും. നിങ്ങൾ എവിടെ എന്താണ് എവിടെയാണ്? ഞാനിവിടെ ഫ്ലാറ്റ് എടുക്കാൻ പോവാ. ഇവനല്ല, ഇവന്റെ അമ്മായിപ്പനെ മേടിച്ചത്. അപ്പൊ പുള്ളി കാണാൻ വരുമ്പോഴേക്കും ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചതാ. Father-in-law is agreed to marry these two? Or are they married already? അവിടെ ഏതാ 70. 70. ഏത് ആ സച്ചിന്റെ ഫ്ലാറ്റിലാ? അതെ, സച്ചിന്റെ ഫ്ലാറ്റ്. നീ ഇങ്ങനെ സംസാരിച്ചില്ല, നമുക്ക് കുറെ പണികളല്ലേ. അയ്യോ ചേട്ടാ, നീ പൈസ വെച്ചോ, ബാക്കി പിന്നെ മേടിച്ചോളൂ കേട്ടോ. അയാള് സച്ചിന്റെ കാര്യം പറഞ്ഞ അതാരാ? നീ അത് കേട്ടല്ലേ? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചേക്കായിരുന്നു. Flat നിന്റെ ഭാവി അമ്മായിപ്പിന് വേണ്ടി നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കണ ഫ്ലാറ്റില്ലേ, അവിടെ മുന്നേ ആരാ താമസിക്കണെന്ന് future father-in-law, so they're not സച്ചിൻ married. ടെണ്ടുൽക്കർ. എടാ, നീ കേട്ടല്ലേ അയാൾ ചോദിക്കണ സച്ചിന്റെ ഫ്ലാറ്റ് അല്ലേന്ന്? പക്ഷെ അത് പറയുമ്പോ പുള്ളി ഞെട്ടിയില്ലേ? പിന്നെ ഞെട്ടൂലേ? ആരായാലും ഞെട്ടൂലേ? എടാ, സച്ചിൻ ടെണ്ടുൽക്കർ താമസിച്ച ഫ്ലാറ്റ് നിനക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ വരെ ഞെട്ടി. പിന്നെയാണ് അല്ല, പക്ഷെ എക്സ്പ്രഷൻ മാച്ച് ആവണില്ല. അത് എടാ, മാസ്ക് ഇട്ടാ നിനക്ക് എങ്ങനെ എക്സ്പ്രഷൻ മനസ്സിലാണ്? ഫോർ എക്സാമ്പിൾ നീ നോക്ക്, ഇപ്പൊ എന്താ എന്റെ എക്സ്പ്രഷൻ? ശരിക്കാണോ? കരയാണ്, മനസ്സിലായി? അപ്പൊ എക്സ്പ്രഷൻ ഒന്നും മനസ്സിലാവില്ല. ഇനി അങ്ങോട്ട് എക്സ്പ്രഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും മോനെ. അപ്പൊ സച്ചിൻ താമസ ഫ്ലാറ്റ് ആണോ അത്? പിന്നെ അല്ലാണ്ട്. എടാ, നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഇത് അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന ഫ്ലാറ്റ് ഒന്നും അല്ല. ഇത് നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത ഫ്ലാറ്റ് ആണ്. Oh, yeah, influence. ഈ മാസ്ക് ഇടാൻ പറഞ്ഞേക്കണ താടിക്ക് വെയിലുള്ളതായിരിക്കാനല്ല, വലിച്ചു മേലോട്ട് കയറ്റിട്ട്. പിന്നെ ഈ കണ്ട ആൾക്കാരെ റോട്ടിലാണ് നടക്കുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടില്ലെങ്കിൽ എന്താ? എടാ, എല്ലാ മണ്ടന്മാരും ഇത് തന്നെ വിചാരിക്കണം, അതാ പ്രശ്നം. എടാ, ഈ ഇളവുകളെ കിട്ടിയിരിക്കണത് നമുക്ക് തോന്നിയ പോലെ ഇറങ്ങി നടക്കാനല്ല. നമ്മൾ സേഫ് ആയിട്ട് മാസ്ക് ഒക്കെ വെച്ച് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് നടക്കണം. Nice awareness. എടാ, മൂക്കിന് മേലെ കയറ്റിട്ടാ. വൈനി സച്ചിന്റെ ഫ്ലാറ്റ് കാണിച്ചിട്ടാ. വാ. സച്ചിൻ ഇത് തന്നെയാണോ സച്ചിന്റെ ഫ്ലാറ്റ്? അതെ, ഇതാണ് സച്ചിൻ താമസിച്ച ഫ്ലാറ്റ്. എനി ഡൗട്ട്സ്? അല്ല, സച്ചിന്റെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു ലക്ഷ്യം പ്രതീക്ഷിച്ചായിരുന്നു. ഇത് കുഴപ്പമില്ല, നല്ല ഫ്ലാറ്റാ. സച്ചിൻ വന്ന് താമസിച്ചിട്ടൊന്നുമില്ല, വന്നു പോയല്ലേ. എടാ, നീ സെറ്റപ്പ് കണ്ടാ വലിയ മനുഷ്യങ്ങനെ ജഡ്ജ് ചെയ്യല്ലേ? എടാ, സച്ചിനൊക്കെ എന്നെ പോലെ സിമ്പിളാടാ. സച്ചിൻ ഇവിടെ കളി തുടങ്ങുന്ന സമയത്താണ് ഇവിടെ ഒന്ന്. പിന്നെ പുള്ളിക്ക് വെച്ചടി കയറ്റി വരുന്നില്ലേ? അത്രയ്ക്ക് രാശിയുള്ള ഫ്ലാറ്റാ. ഫ്ലാറ്റ് കണ്ട അന്ന് സച്ചിൻ ആദ്യം എന്താ പറഞ്ഞെന്നറിയോ? Wow, what a beautiful flat. This flat is the secret of my energy. Oh no. സച്ചിൻ ഇരുന്ന ക്ലോസറ്റ് ആയിട്ടുള്ള അവസരം തരാം. വാ. So I'm guessing Jeevan's character wants to buy this flat or some flat and they have arranged for this flat, I'm guessing. Let's see. I'm wondering whose flat is this in reality. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്തിട്ടില്ല.
നീ പണിയെടുക്കണ വെറുതെ അല്ല. 3 ദിവസം കഴിഞ്ഞ് നിന്റെ അമ്മായിപ്പം വന്ന് ഈ ഫ്ലാറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട ആൾ ഇത് മേടിച്ചാ അയാളുടെ കാലശേഷം നിനക്കല്ലേ? അതാ കാലിന്റെ കാലശേഷല്ലേ. ഇപ്പൊ ഈ കച്ചവടം നടന്ന നിനക്ക് കമ്മീഷൻ കിട്ടില്ലേ? എനിക്ക് ആ കമ്മീഷൻ ഒപ്പിച്ച് തരണേന്ന് ഒരു കമ്മീഷൻ നീ അടിക്കണല്ലേ? Or like they're being like a broker basically. വിശന്നിട്ടും പാടില്ല. നല്ല വ്യൂ ആ. നല്ല blue ആ. ഞാൻ കാര്യം ചെയ്യട്ടെ, ഞാൻ പോയി ഫുഡ് മേടിച്ചിട്ട് വരട്ടെ. വെരി ഗുഡ് ഐഡിയ. നീ പോയി ഫുഡ് മേടിച്ചിട്ടോ. അപ്പോഴേക്കും ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാം. എന്റെ മാസ്ക് വേണ്ട. അവിടെ എങ്ങനെ കാണും? ഒന്ന് പോടാ. അമ്മാമേ, സോറി അമ്മാമേ. This is the Tera Para house only, ഞാൻ ഈ right? കേട്ടതൊക്കെ സത്യമാണോ? പയ്യെ പറഞ്ഞാ മതി, എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനാദ്യം എന്താ കേട്ടതെന്ന് പറയൂ. വേണവന് കെട്ടിച്ചു കൊടുക്കുന്ന പോരാഞ്ഞിട്ട് അവന് ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ അവനാരാ റിയാലിറ്റി ഷോ വിന്നറോ? യു എന്റെ മാസ്ക് അത് പോട്ടെ. എന്നാ കേട്ടോളൂ, അത് സത്യമാണ്. എനിക്ക് ആകെ ഉള്ളത് ഒരു കുട്ടിയാണ്. അതിന്റെ കണ്ണ് നിറയുന്ന കാണാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് സന്തോഷം എന്താണോ അത് ഞാൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഫ്ലാറ്റിന്റെ കാര്യം, അത് എൻ്റെ പേരിലാണ് ഞാൻ മേടിക്കുന്നത്. ആരുടെ പേരിലാണ് എന്റെ അമ്മയ്ക്കോട് അവകാശപ്പെട്ട ഓഹരിയിൽ നിന്ന് മാന്തി എടുത്തിട്ടാണ് താൻ അത് വാങ്ങുന്നത്? ആനോ? താങ്കൾ നിന്റെ അമ്മയുടെ കാര്യം എനിക്കറിയില്ല. അവരെൻ്റെ സഹോദരി ആയിരുന്നപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ടാണ് ഞാൻ വേളി കഴിപ്പിച്ച് വിട്ടത്. കൊടുത്തായിരുന്നു. കോഴിക്കോട് പോലൊരു വീടും കുരിപ്പ് പോലും മുളയ്ക്കാത്ത 2 സെന്റ് ഭൂമിയും അതിപ്പോ വെളിമ്പറമ്പ നാറിയിട്ട് തന്നെ അകത്ത് കയറാൻ ഒക്കുന്നില്ല. അതെൻ്റെ കുഴപ്പമല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ വാങ്ങിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പാതി എന്റെ പേരിൽ അങ്ങോട്ട് എഴുതി തരാ. എന്നിട്ട് വേണം എന്തെങ്കിലും വിഷം തന്നെ കൊന്ന് ബാക്കി പാതി കൂടെ തട്ടിയെടുക്കാനല്ലേ? ഐഡിയ ഒക്കെ നോമ്പ് പണ്ടേ വിട്ടെ. 5 മാസം മുന്നേ ആ ജസ്റ്റിനും കൂട്ടുകാരും വന്ന് ഇവിടെ നാടൻ കളിച്ച് അമ്മാമയെ മൊണ്ണയാക്കിയത് ഓർമ്മയുണ്ടോ? Oh, this is after 5 months. പൂവ് എന്ന് കരുതി അതേ കള്ളന് എന്നെ വേണിയെ കെട്ടിച്ചു കൊടുത്ത് അവനൊരു ഫ്ലാറ്റും വാങ്ങിച്ചു കൊടുത്ത് ഒരു മൊണ്ണേഷ് കുമാർ ആവാനാണോ അമ്മാമ്മയുടെ തീരുമാനം? Okay, so I understood the context. So they agreed to the marriage. This is happening after 5 months, and okay, so Vaiti is now like boiling basically. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ അമ്മാമ്മ ഈ ഫ്ലാറ്റ് കച്ചവടത്തിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കണ്ടേ? അതിനെന്താ, അവരിപ്പോ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പോയി നോക്കാലോ. എന്റെ അമ്മാമ്മ ഈ 2 ദിവസം എന്തിനാ വൃത്തിയാക്കാൻ? അത്ര വൃത്തിയായിട്ട ഫ്ലാറ്റ് അത്. ശരി, ഒരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് 2 പേർക്കും അത്രയും വരെ പോയി നോക്കാം. അപ്പൊ നിന്റെ ഈ സംശയം മാറുമല്ലോ. മാറും. പിന്നെ ഒരു കാര്യം, നിനക്ക് ഈ കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് അവിടെ വന്ന് ഇറക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? But he will go. പിന്നൊരു കാര്യം, ആദ്യം മാസ് എൻട്രി ആണെന്ന് കരുതി എന്തോന്ന് കാട്ടിയില്ലേ, ആ കോപ്രായത്തിലെ ഗേറ്റിന്റെ വിജാഗിരി പൊട്ടിയിട്ടുണ്ട്. അത് നന്നാക്കിയിട്ട് പോയാൽ മതി, മനസ്സിലായല്ലോ? ഗേറ്റ് വെട്ടിപ്പൊളിക്കുന്നവരെ ഇയാളെ നടി വെട്ടിപ്പൊളിച്ചാൽ മതി. അപ്പൊ വിചാരി കളികളെ നന്നാക്കണ്ടല്ലോ. ഹലോ ഹലോ, നിങ്ങൾ രാവിലെ 70 അവിടെ കണ്ടായിരുന്നല്ലോ. ആ 70 സച്ചിൻ താമസിക്കുന്ന ഫ്ലാറ്റ്, അത് ഞാനാ മേടിക്കാൻ പോണേ. ഞാൻ ഓപ്പോസിറ്റാണ് താമസിക്കണേ. ആണോ? ഞാൻ ഈ ഫ്ലാറ്റിന്റെ തുടക്കം മുതൽ ഇവിടെ ഉള്ളതാണ്. ആ ചേട്ടനപ്പോ ഈ സച്ചിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? 1-2 തവണ കണ്ടിട്ടുണ്ട്. അവനൊരു പ്രത്യേക ടൈപ്പായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. പിന്നെ ആ ബാൽക്കണിന്ന് താഴേക്കൂടെ മരിച്ച പിന്നെ വേറെ താമസക്കാരും ഇവിടെ വന്നിട്ടില്ല. ഈ നാട്ടുകാരെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണെന്ന്. എന്തായാലും നിങ്ങൾ വന്നത് കാര്യം നമുക്കൊരു അയൽക്കാരൊക്കെ അല്ല. കാണാൻ നോക്കപ്പോ എന്തായാലും കേട്ടാ. പോട്ടെ എന്നാ. അല്ല, സച്ചിന്റെ ഫ്ലാറ്റ് അല്ലേ? സച്ചിന്റെ ഫ്ലാറ്റ് ഇവനിത് എവിടെ പോയി? വിശന്നിട്ടും So he knows that somebody actually died falling from the balcony. ഞാൻ ഓർമ്മ നിന്റെ ഇരിക്കണം. അതല്ല, ഇത് ആര് താമസിച്ച ഫ്ലാറ്റാന്ന് നീ പറഞ്ഞേ? സച്ചിൻ. അതൊക്കെ നീ ഫുൾ നെയിം പറ. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. ഞാൻ അറിഞ്ഞത് അവിടുത്തെ കഥയൊക്കെ. അത് നീ അറിഞ്ഞാ? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചേക്കായിരുന്നു. ഒറ്റ ടെണ്ടുൽക്കറല്ലോ. എടാ, ടെണ്ടുൽക്കറിനകത്തൊരു വെറും സച്ചിൻ ഈ ബാൽക്കണിന്ന് വീണ് മരിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞടാ. നോണ, ശുദ്ധ നോണ. അവൻ വീണ് മരിച്ചൊന്നുമല്ല, അവൻ ചാടിച്ചത്ത. അയ്യോ, എടുത്തോടുത്തോ പൊട്ടേ മറ്റേ കിടന്നു. ഇവിടെ താമസിക്കണം വേണോ? ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയും, നടക്കില്ലല്ലേ? എടാ, ആദ്യം ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. ഈ ഒരു പുല്ലും പറയണ്ടാ. എടാ, ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു. പിന്നെ കയറി വന്ന ഉടനെ നൈറ്റ് മേടിക്കണല്ലോ വെച്ച് പറയായിരുന്ന. നീ ഒന്ന് ആലോചിച്ചു, ഇത്രയും സൗകര്യമുള്ള ഇത്രയും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഈ വിലയ്ക്ക് ഈ ലൊക്കേഷനിൽ നിനക്ക് അറേഞ്ച് തരാൻ പറ്റുമോ? നീ വന്ന് ഓരോന്ന് അറേഞ്ച് തരുമ്പോൾ എനിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയൊന്നുമില്ല. എടാ, ഒരു മരണം നടന്ന വീട്ടിലേക്ക് ഇങ്ങനെ താമസിക്കുക. അതിനിപ്പോ എന്താ, മനുഷ്യരെ മരിച്ചില്ലേ? എന്റെ അപ്പനും അമ്മ എന്റെ വീട്ടിൽ കിടന്നല്ലേ മരിച്ചു, എന്നിട്ട് ഞങ്ങൾ വീട് മാറിയാ? എടാ, ഇതൊക്കെ അവളുടെ അച്ഛനെ സമ്മതിക്കില്ലടാ. കല്യാണം നടക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ കൈയും കാര്യം പിടിച്ച കല്യാണത്തിന് സമ്മതിപ്പിച്ചേ. നീ എന്തിനാ പുള്ളിയോട് ഇപ്പൊ പോയി പറയാൻ പോണ? എടാ, നമ്മൾ ആദ്യം കച്ചവടം നടത്തുന്നു, എന്നിട്ട് നിന്റെ കല്യാണം നടത്തുന്നു, എന്നിട്ട് പതുക്കെ പുള്ളിയോട് സാധാരണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. പുള്ളി ഇത് പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയ ഹോമം വേണം എന്ന് പറയായിരിക്കും അല്ലേ? ഹോമത്തിലുള്ള സാധനം ഞാൻ അറേഞ്ച് തരാം. എന്റെ പരിചയം നല്ലൊരു ഹോമിയോ ഡോക്ടറുണ്ട്. ഇല്ല അല്ലേ? കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല. നീ വെറുതെ ടെൻഷൻ അടി. നിനക്ക് വിശന്നിട്ട് റിലേ പോയേക്കണം. വാ, നമുക്ക് ഫുഡ് കഴിക്കാം. വാ.
Or something is gonna happen. Please don't tell me that Sachin's ghost is in the flat. Okay, no guesses. I'm sorry, I'm not gonna guess anything. Half the time the guesses become correct. Okay. There are two possible. Okay. No guessing. അവിടെ ഒരാൾ. എവിടെ? അമ്മൂലേക്ക്. മാങ്ങാത്തൊലി ഓരോ സ്ഥലത്ത് തെണ്ടി നടന്ന ഓരോ കഥയും കേട്ടോണ്ട് വരും. മനുഷ്യന്റെ ഉറക്കം കളയാൻ കിടന്നുറങ്ങണ. Oh man. Please don't tell me. Is it like a horror story? Horror comedy? Okay. ഞാൻ ഒരു കാര്യം കാണിച്ച പേടിക്കരുത്. ഇല്ല. സച്ചിൻ. എടാ പടം വരച്ച് നോക്കണ്ട, രാത്രി ഇരുട്ടത്ത് കണ്ട ശരിക്കും പേടിയാവും. എടാ ഇനി പുള്ളി വരാണ് എന്നെ ഒന്നുകൂടെ വിളിച്ച് കാണിക്കണം. നല്ല രസമുണ്ട്. ഇയാളെന്താ കുറെ നേരത്തെ ഫ്രിഡ്ജ് തോടിക്കൊണ്ടിരിക്കണേ? ഇതിന്റെ ബോഡിയിൽ നിന്ന് എന്തോ ഒരു ഷോക്ക് വന്നത് എവിടെന്നാണ്. ഷോക്ക് അടിച്ചല്ലേ? ആ എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടല്ലേ ഷോക്ക് അടിച്ചത്. എടാ ഇന്ന് രാത്രി ഞാൻ തുറന്ന് വെള്ളം കുടിച്ചതാ, ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ എവിടെ നിന്ന് ഇപ്പൊ ഈ ഷോക്ക് വന്നേ? അത് പറ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിച്ചതെന്ന്. നീ ഇന്നലെ രാത്രി ഉറക്കപ്പിച്ചിൽ എണീറ്റ് വന്ന് ഈ ഷോക്കുള്ള ഫ്രിഡ്ജിൽ കയറി പിടിച്ച് ഷോക്ക് അടിച്ച്. ആ ഷോക്ക് അടിച്ച ഷോക്കിൽ നീ എന്തോ കണ്ട് പേടിച്ചാണ്. എന്നിട്ട് പ്രേതത്തിന്റെ ചിത്രമൊക്കെ ആയിട്ട് വന്ന് എന്റെ ജസ്റ്റിനെ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? ഇങ്ങനെ പേടിക്കലടാ, പേടിത്തുടി. സച്ചിൻ. ആ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ചിൻ ചിലപ്പോൾ ഫുഡ് കൊണ്ടുവന്നായിരിക്കും. സച്ചിൻ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. ബാക്കി പണി നീ നിന്റെ പണിക്കാരെ It's, വിളിച്ച് it's the father and സ്പെഷ്യൽ ട്രെയിൻ കയറ്റി വിട്ട് അവന്മാരൊക്കെ സംസ്ഥാനം വിട്ട് വേണം. അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കുമോ? താങ്ക് യു. Oh! Babu Nambudiri! Yes! So happy to see him break the chain. So I think guessing this Ajmal Bismi Enterprise. This is done by Nikhil. So this is so happy to see Babu Nambudiri. I'm so happy to see him make a presence. So he's gonna be an important character to it. So yeah, I'm really sorry that I guessed that if Sachin's ghost is there or not, and then we see the ghost. But I'm sorry, no guesses, because it was pretty obvious the way it was night and everything. So, okay, this is interesting. So there's going to be chaos. What I'm guessing is that this flat, the chaos is going to happen inside the flat
maybe there is a ghost, maybe there isn't. Maybe there is a person who does not want this to sell this flat, and oh, wait, is it okay? I have a guess that if it's not the ghost, who it could be, but yeah, I'm not gonna do any guesswork now. So yes, let's move on to the second part, and Babu Namudari has arrived, so let's see what this trio does now. And now of course Jeevan and Sabrish, they're going to visit the flat, so some chaos is about to happen. So let's move on to the second part of Dusra. Okay. തേക്ക് എല്ലാവരും തേക്ക്. ആ കൈമുട്ടിലൊക്കെ തേക്ക്. എവിടെയെങ്കിലും പോയി ഇങ്ങനെ കൈ കുത്തി നിന്നുണ്ടോ? എന്റെ പൊന്നു ബാബു, ഞാൻ നിനക്ക് ടിക്കറ്റും ബുക്ക് ചെയ്തെന്ന് 1 മാസത്തെ പൈസ തന്നിട്ട് ട്രെയിൻ പോണ ഒരു ടാറ്റയെ തന്നിട്ടല്ലേ വന്ന്. നീ പിന്നെ എന്തിനാ അതിനകത്ത് ചാടി വന്ന്? ട്രെയിനിൽ ഇരിക്കാൻ പട്ടിയില്ല മുതലാളി. എന്താ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താണല്ലോ, അതും കിടന്നു പോകാനുള്ള ടിക്കറ്റ്. അതല്ല മുതലാളി, മുതലാളി ഇവിടെ ഒറ്റക്ക്, ഞാനവിടെ. ഞാൻ ഇല്ലെങ്കിൽ മുതലാളി അങ്ങനെ കോൺക്രീറ്റ് കൂട്ടും. അതൊക്കെ ഓർത്ത് കരച്ചിലെടുത്ത് സത്യം പറടാ. മാമാജിക്ക് കൊറോണ മുതലാളി, ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? കൊറോണ, ഫുൾ ഹോട്ട്സ്പോട്ട് വൈഫൈ, ഫുൾ കൊറോണ മുതലാളി, ഫുൾ കൊറോണ. സേഫ് അല്ല മുതലാളി, ഞാനിവിടെ സേഫ് മുതലാളി. പണി എന്തെങ്കിലും തന്നാൽ മതി. അവിടെ പണിയില്ല മുതലാളി, പൈസ. എനിക്ക് തന്നെ ഇവിടെ ഒരു പണിയില്ല, പിന്നെ നിനക്ക് എന്ത് പണി തരാനാണ്? എന്തെങ്കിലും പണി താ മുതലാളി. മതി. നിന്റെ റൂട്ട് മാപ്പ് പറഞ്ഞ ആദ്യം. റൂട്ട് മാപ്പ്? എടാ നീ എവിടെയൊക്കെ കറങ്ങിയിട്ട് വന്നേക്കണേ ഇങ്ങോട്ട്? ഞാൻ ട്രെയിനിൽ ഇറങ്ങി മുതലാളി. സൈറ്റിൽ ചെന്നപ്പോൾ മുതലാളി ഇല്ല. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി മുതലാളി. എന്റെ വീട്ടിൽ പോയോ? അവിടെ മുതലാളി ഇല്ല. അപ്പൊ ചേച്ചി അപ്പ മുടക്കറി തന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് എടാ നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? മുതലാളി ഫോണിൽ ബാലൻസ് ഇല്ല മുതലാളി. ഇല്ല, ഞാൻ ട്രെയിനിൽ വിളിക്കലായിരുന്നു മുതലാളി. എന്നിട്ട് അഡ്രസ് മേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. സത്യം പറ, നീ പാൻ ഷോപ്പിൽ പോയില്ലേ? मुलाली पान चौप पान वाले अल्लाह स्पेशल ट्रेन करे अपना घर गया, मैं क्या करूँ? पान अलग बंद है। मोलाली मोलाली उसने सोचा कि मैं दूसरा कंपार्टमेंट में ഞാൻ ഇറങ്ങിയത് അവൻ അറിഞ്ഞില്ല. മാറ്റി പറയണ്ട. ഇനി അവനും ചാടി ഇങ്ങോട്ടൊക്കെ കയറി വരും. നീ എടുക്ക്, കോൾ എടുക്ക്. ഐഡിയ मोलाली ट्रेन का साउंड. एक्टिंग ആംബിയൻസ് ഇട്. चुप चाय ये बहुत ओवर है मोलाली. എടാ മിണ്ടാണ്ടിരിക്കടാ, ആംബിയൻസ് കട്ട്. നീ എടുക്ക്. हेलो छोटो, मैं दूसरे कंपार्टमेंट में. 70 yes7 उधर बैठो. नहीं चाहिए छोटू. मुझको नारियल पानी नहीं चाहिए. तुम उधर बैठो. यहाँ पे मत आओ छोटू. इस कंपार्टमेंट में एक आदमी को कोरोना. तुम उधर ही बैठो. हम छोटी नपाटी. തുടരുത്. നീ ആദ്യം പോയി കുളിച്ചേ. എന്റെ തുണിയൊക്കെ കിടിച്ചു. Anu speaking Hindi is so adorable, man. പോ. In this cute accent. मोलाली वो कौन है कुटपे? എടാ കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. मोलाली स्प्रे ഉണ്ടോ? പെർഫ്യൂം കേറ്റി വിടണോ ഞാൻ? സ്പ്രേ വേണ്ട. मोलाली खाना बनाओ. ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കും, വിശക്കണം. मोलाली नान ഉണ്ടാക്കട്ടെ. എടാ നീ തന്നെ ഉണ്ടാക്കണം, എനിക്കറിയാൻ പാടില്ല ഉണ്ടാക്കാൻ. Oh, naan. Oh, this is written in the bracket. What does naan mean? So me. Okay, got it. വേണ്ട ഒന്നും വേണ്ട. मोलाली कुलचा? ഇല്ല, ഫുഡ് കഴിക്കാൻ മുമ്പ് വിളിച്ചോളാം. मोलाली कुलचा रोटी. Yeah, also I understand. So now see with the subtitles over here, because the words are similar, so I know what kulcha is. Like kulcha is eating, but yeah, of course, like in the bracket it's given that kulicha means to bath. So of course, when I am reading okay, then I'm understanding that would be the joke. So I understand how the punchline of course gets lost in the translations. Yeah, but it's okay. The overall gist of the the feel of the series and the episode, I always get that, so that's fine. मोलाली कुलचा रोटी जैसा खाना. അതൊന്നും വേണ്ട. എടാ അരി ഉണ്ട്, നീ പോയി ചോറ് വെക്ക്, എന്തെങ്കിലും കറി ഉണ്ടാക്ക്. करी तुमको क्या चाहिए मोलाली? आलू मसाला, आलू टिक्का, पनीर मसाला. This accent, this cute accent that Anu is doing now, it's just adorable, man. He's so talented. എടാ കേരള ഫുഡ് വല്ലതും ഉണ്ടാക്കാൻ അറിയോ? केरला फूड सब जानता है, सब करी जानता है. സബ് ജാനതാ ഹൈ, എല്ലാം അറിയാം. तलचेरी केरला फूड सब जानता है. ഇടിച്ചക്ക തോരൻ ഉള്ളി തീലുണ്ടാക്കും.
क्या मलाली? കേട്ടിട്ടില്ല ഇടിച്ചക്കത്തോരൻ Molali? ഓ ഉള്ളി തീയിലിട്ട് ചുറ്റ് അയ്യോ എന്റെ പൊന്നെ ഒന്നും വേണ്ട എടാ വിൽക്കാനുള്ള ഫ്ലാറ്റ് ആണ് തീയിടല്ലേ നീ പോയിട്ട് എടാ എന്തെങ്കിലും പരിപ്പ് കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്ക ചെല്ല് दाल चावल ആ ദാൽ ചാവൽ Dal chawal. मलाली It's the best food. नारियल है ना नारियल എന്തിനാണ് തേങ്ങ केरला स्पेशल चमांडी നീ കൂടുതൽ മാന്തണ്ട പറഞ്ഞ പോലെ ചോറും പരിപ്പറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്ക ചെല്ല് പോ ആ ചേട്ടാ ചാവൽ കഴുകുന്നു ചേട്ടാ നീ ബൂത് കണ്ടിട്ടുണ്ടോ ആ ദൂട്ട് ഇവിടെ നോക്കി ചേട്ടാ ഇല്ല ഇല്ല ഞാൻ ചായ ഇട്ട് തരാം ദൂതല്ല പ്രേതം ഭൂത് കണ്ടിട്ടുണ്ടോ भूत Bhoot pret. आत्मा Atma. भगवान चाहे तो भूत भी है सेठा सेठा भूत भगवान एक बैटरी का 2 साइड है भूत भगवान भगवान നീ ഫിസിക്സിന്റെ ക്ലാസ് ഒന്നും എടുക്കണ്ട നീ തേക്ക सेठा एक कहानी सुनाओ 2007 मैम कोलकाता में काम चाहिए नो एक बड़ा बिल्डिंग का काम बड़ा बिल्डिंग उस समय हमारा कॉन्ट्रैक्टर एक कंबील काल तटी ऊपर से नीचे गिरा हमारा कॉन्ट्रैक्टर 4 पीस എന്നിട്ട് ഞങ്ങൾ ചവൽ കൊണ്ട് ഓരോ പീസ് കോരിയെടുത്ത് ചട്ടിയിലിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ കഥ തീർന്നില്ല ചേട്ടാ उसके बाद हर रात എല്ലാ രാത്രിയും वो कॉन्ट्रैक्टर का भूत हमारा साइड में पर സൈഡിൽ വന്ന് 2 ചാക്ക് സിമന്റ് കൊണ്ട് പോകും അങ്ങനെ സൈഡിലെ കംപ്ലീറ്റ് സിമന്റ് എന്നിട്ട് നീ എന്ത് ചെയ്തു എന്നിട്ട് ഞാൻ മാനേജറിനോട് കംപ്ലൈൻറ്റ് ചെയ്തു സിമെൻറ്റ് ബൂത്ത് കൊണ്ടുപോയി അവർ കേട്ടില്ല ഞാൻ സിമെൻറ്റ് ചോർ സിമെൻറ്റ് കള്ളനൊക്കെ പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടു ഞാൻ പിന്നെ കൊൽക്കട്ട വിട്ടു കേരള എത്തി ഇപ്പോൾ കുഴപ്പമില്ല അപ്പൊ അവിടെ വീണ് മരിച്ചു കാണില്ലേ ക്യാ ഹുവാ ചേട്ടാ എടാ ഈ ഫ്ലാറ്റിൽ നിന്ന് ഒരാൾ ഇതുപോലെ ചാടി ചത്തിട്ടുണ്ട് കോൺട്രാക്ടർ അല്ലല്ല ഇതൊരു പയ്യനാ പക്ഷെ അയാൾ ഈ ബാൽക്കണിയിൽ നിന്ന് ചാടിയാ മരിച്ച് ബാൽക്കണി ഭഗവാൻ ഇന്നലെ രാത്രി ഞാൻ ഒരു സൗണ്ട് കേട്ടു ഭൂത് കാ സൗണ്ട് അല്ലല്ല ഉള്ളു ഉള്ളു Babu Namboodir is awesome. നിപ്പ നിപ്പ ആ ഇതന്നെ ഒന്നുകൂടെ मैंने ചേട്ടാ ഞാനല്ല दूसरा അവിടെ ചലോ तुम चलो ചലോ ചലോ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് സൗണ്ട് വരണേ നോക്ക് നീ നോക്ക് നോക്കിക്കോ ഒന്നും പേടിക്കണം നോക്കിക്കോ എല്ലാം പെരിച്ചഴിയ മരപ്പെട്ടി ആയിരിക്കും നോക്കിക്കോ നോക്കിക്കോ നോക്ക് 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 Please don't tell me that, Sabrish. എനിക്കറിയില്ല എന്താ നിന്നോട് ചോദിക്ക് എന്തിനാണ് കരഞ്ഞത് എന്താടാ मैंने देखा मोलाली मैंने ക്യാ ദേഖാ भूत भूत सचमुच मैंने भूत देखा मोलाली കണ്ടടാ സച്ചിന്റെ മൂച്ച് കണ്ടത് എടാ പ്രേതത്തെ കണ്ടത് നീ ഇവനെ ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞ് പേടിപ്പിച്ചല്ലേ ഞാനൊന്നല്ല ഇവരുടെ ആവശ്യത്തെ കോൺട്രാക്ടറിന്റെ കഥയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് कॉन्ट्रैक्टर भी सचमुच है मोलाली कटल के नीचे കട്ടിൽക്കനെ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് मोलाली पाले मोलाली कंडो मोलाली എവിടെ എന്റെ ഭൂതം नीचे नहीं है വാടാ ഇങ്ങോട്ട്. नहीं मोलाली നോക്ക് നോക്ക് എന്താടാ അടി കാണുന്നില്ല മോളാളി എവിടെ പോയി ഭൂത് ഒറ്റ കാണും എടാ അവൻ കണ്ടു കാണും എന്റെ പൊന്നളിയെ നമുക്ക് അപ്പാർട്ട്മെന്റ് വേണ്ട ജസ്റ്റിനെ നീ ഇന്നലെ തൊട്ട് തുടങ്ങിയാണ് അത് കണ്ട് ഇത് കണ്ട് ഇപ്പൊ അവനെയും പറഞ്ഞ് പേടിപ്പിച്ചു എടാ നീ ഇവന് മാത്രമേ കാണുന്നുള്ളൂ ഞാൻ കാണുന്നില്ലല്ലോ മോളാളി സച്ചിൻ സച്ചിൻ സച്ചിനല്ല ദ്രാവിഡ് ഉഫ്, എന്തൊരു കഷ്ടമാണ് ചേട്ടൻ എന്താ ഇവിടെ
ഓഹോ, അപ്പൊ നീയാണ് ഈ പ്രേതബാധയുള്ള അപ്പാർട്ട്മെന്റ് വിൽക്കാൻ വന്ന ബ്രോക്കർ അല്ലേ? താഴെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു. ഏതോ അടുത്തൊന്ന് പോയടോ. എന്താ പ്രേതബാധ എന്നൊക്കെ പറഞ്ഞ്? എടാ നല്ല പ്രതാപമുള്ള ഫ്ലാറ്റ് ആണല്ലോ എന്ന് പറയായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ. ഡേയ്, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? ആ കളവ് നിനക്ക് പെണ്ണ് തന്നാ? കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഉറപ്പിച്ചാ? എന്നിട്ട് അച്ഛൻ തിരുപ്പിനോട് ഒരു വാക്ക് പറഞ്ഞില്ല. ഇയാൾ എന്തൊരു പ്രേതത്തിന്റെ കാര്യം പറഞ്ഞേ? പ്രേതമുണ്ട്. എടാ, പണ്ട് ഇവിടെ സച്ചിൻ എന്ന് പറഞ്ഞൊരു കൊച്ചനുണ്ടായിരുന്നു. സച്ചിൻ ചാടി മരിച്ചതിനെ നമുക്കറിയാം. ഈ പ്രേതത്തിന്റെ കാര്യം പറ. ഉണ്ട്, ഞാൻ കണ്ടുണ്ട്. അതുകൊണ്ടല്ലേ പറയാം, ഞാൻ ചുമ്മാ പറയൂ അങ്ങനെ. കണ്ടാ ഇയാളെ നിനക്ക് പ്രാന്തണ്ട് ഇയാൾ പറഞ്ഞൊക്കെ വിശ്വസിക്കാൻ. ഇയാൾ വാ തുറക്കണ കള്ളം പറയാൻ കള്ളുടിക്കേണ്ടി മാത്രം. കോളിറക്കാൻ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇത് കേൾക്കണം. പണ്ടൊരു കൊച്ചുളുപ്പാൻ കാലത്ത് ഞാൻ ഈ ഫ്ലാറ്റ് മുന്നിൽ കൂടെ സൈക്കിളെ മീൻ വെച്ച് ചവിട്ടിക്കൊണ്ട് പോന്നൊക്കെ അടിച്ചോണ്ട് പെട്ടെന്ന് എന്നിട്ട് വിളി. ഞാൻ നോക്കുമ്പോ ഈ ബാൽക്കണി ഇവിടുന്ന് ഒരുത്തനോട് ചോദിക്കുക, ചീഞ്ഞ മന്തിക്ക് എന്താ വിലയെന്ന് കിലോയ്ക്ക്. ബാബുമോനെ സച്ചിൻ കണ്ട അവന് മനസ്സിലായി. എന്നിട്ട് കേൾക്കണം, എന്നോടാ കളി. ഞാൻ 5 വില പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി. അപ്പൊ അവര് ഓക്കെ അത്. എന്നിട്ട് ഞാൻ കണ്ടതെന്നറിയോ, ഒരു കവറും കടിച്ചു പിടിച്ചുകൊണ്ട് പല്ലിയൊക്കെ വരുന്ന പോലെ ഈ അപ്പാർട്ട്മെന്റ് ഭിത്തി കൂടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരുക. ഇത് കണ്ടത് ഞാൻ സൈക്കിളെ 100-150 വിട്ട്. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാ പൊങ്ങി, അറിയോ? കേട്ട് സൈക്കിളെല്ലാം 100-110 പോയി. ചീഞ്ഞ മീൻ 5 വിലക്ക് മേടിച്ച് വറുത്ത് തിന്നണ പ്രേതം. ഒന്ന് പോടോന്നോണയാ. എന്റെ വായിക്കാത്ത മുണ്ടിരി കയറ്റും. ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം പോയി ഇവരെ 2 ദിവസം ഇവിടെ നിർത്ത്. 2 പേരും കൂടി ഇവിടുന്ന് ചീട്ട് കളിക്കട്ടെ. പറഞ്ഞു പരവേശം എടുത്ത് അടുക്കളെ പോയി ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ബാൽക്കണി കാണുമ്പോ എന്റെ പൊന്നേ. പോയി നോക്കണം. ഇപ്പൊ എനിക്ക് വിശ്വാസമായില്ലേ? അയാൾ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്ന് ജസ്റ്റിനെ പ്രേതൊന്നും ഇല്ലടാ. क्या चाहिए ചേട്ടാ? എന്താ മോനെ, നിനക്ക് അവിടെ നിന്നൂടെ? आपको क्या चाहिए ചേട്ടാ? ചായ അല്ലടാ, വെള്ളമാണ് വേണം. पानी देखो, വെള്ളം അല്ല, എനിക്ക് ആ വെള്ളം വേണ്ട, തണുത്ത വെള്ളം വേണം. ठंडा पानी. കണ്ടവന്റെ പാനില്ലടാ, തണുത്ത വെള്ളം. ചേട്ടാ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ കാണും ചേട്ടാ. ഇതൊക്കെ ഉണ്ടായിരുന്നോ? പറഞ്ഞൊന്നും തോന്നില്ല കേട്ടോ. നിന്റെ മലയാളം പയർ അടിപൊളി കേട്ടോ. എനിക്കൊന്ന് പഠിപ്പിച്ചു തരുവേ. Oh, the fridge is giving shock. Yes. സച്ചിൻ പിടിച്ചു. സച്ചിൻ പിടിച്ച ഷോക്ക് അടിച്ച നോക്കി കണ്ടു മരക്കഷ്ണം എടുത്ത് അടിക്ക്. സ്വിച്ച് ഓഫ് ചെയ്താ പോലെ. Oh no. Fainted. बिजली से बचाया. ശ്വാസം ഇല്ലടാ. क्या हुआ? What? കൊന്നുകളഞ്ഞല്ലോടാ മഹാപാപി. Really? Don't tell me. Anu's acting is just so good, man. I'm sure he's not dead. I'm pretty sure he's not dead. But he's not breathing. Okay. This is interesting. Firstly, I don't know why, because that was, when I reacted to the first part, the guy, it just felt, because firstly, I guess that there could be a ghost, but then I was thinking, probably it's Sabrish. I don't know. Okay, this is the last guess I'm making, that, it could be Sabrish, but there could be a real ghost also. Let's see. Oh my god, we are at the final part. Let's react to Dusra final part. I'm really, really excited to see how this story ends. Alright, here we go. The final part of Dusra. I'm sure he's not dead. Maybe unconscious. They said that he's not breathing, so I mean, Sachin or Iska ghost will rise up together, I'm guessing then. Okay. എന്ത് ചെയ്യും
And now only Sabrish and Jeevan will turn up. ഞാൻ അപ്പോഴേ പറഞ്ഞ ഫ്ലാറ്റ് വേണ്ട വേണ്ടെന്ന്. ഇനി അനുഭവിച്ചോ, നീ ആയിരിക്കും ഒന്നാം പ്രതി. ഞാനെങ്ങനെ ഒന്നാം പ്രതി? എടാ ബാബു, നീ എന്തിനാണ് തലക്കടിച്ചേ? കേട്ടല്ലോ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ബാബു, നിനക്ക് ഫസ്റ്റ് പ്രൈസ് ആണോ സെക്കൻഡ് പ്രൈസ് ആണോ? അവനേറ്റുള്ളൂ, എനിക്ക് വേണ്ടി അവനേറ്റുള്ളൂ. അല്ല, അപ്പൊ നീ എത്രാമത്തെ പ്രതിയാ? ഞാൻ എന്തിനാ പ്രതിയാവണേ? ഞാൻ ദൃക്സാക്ഷിയല്ലേ? ഓ, ദൃക്സാക്ഷി അല്ലേ? എന്നാ കേട്ടോ, നീയാണ് അയാളെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടും കൊട്ടേഷൻ തന്ന ആള്. ഞാൻ പറയും, നീ പറയില്ലേ? അവനും പറയും. അല്ല, നമ്മളെന്തിനാ പെടുന്നതിനെ പറ്റി ആലോചിക്കണം? നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചൂടെ? ചോട്ടുവിന്റെ आपने डायल किया गया नंबर को अब नारियल पानी नहीं चाहिए। कुछ समय के बाद तुम्हारा कोशिश मत करो, साले चोट कुत्ते कमीने। Oh man, his character is just awesome. എടാ, നിന്നെ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ജയിലിൽ വിടൂല. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം എന്താ കേട്ടോ. Oh, now those two are here. Papa ji. തൽക്കാലം ആ മുറി കെട്ടിട്ട് പൂട്ടാ. ശരിയാവൂല. Is he really dead? Sorry. He's come to see the flat. How can you keep it in the room? Acting. मेरा डायलॉग क्या है? I'm sorry, I just love. I don't know why Anu as Babu Nambudar is just everything, man. See? Huh? What? അവര് പുറത്തു വല്ലതും പോയതാണെങ്കിലോ നമുക്ക് പോയിട്ട് മറ്റൊരു സമയം Oh, വരാം. I thought he was waking up. Okay, so it's definitely not Sabrish. It's not Sabrish, it's somebody else. എനിക്കറിയാം. അല്ല, വരുമെന്നറിയാം. അത് മടുത്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയായിരുന്നു. അമ്മാവ പോയാലും ഞാൻ പോവില്ല, കണ്ടിട്ടേ പോവൂ. അകത്തെന്തായിരുന്നു പരിപാടി? എന്താ തുറക്കാത്ത താമസേ? ഞങ്ങൾ മാറ്റിയിടായിരുന്നു. എന്ത് ബൾബ് മാറ്റിയിടായിരുന്നേ. ഒരു ബൾബ് മാറ്റി. ഒരു ബൾബ് മാറ്റിയിടാ 3 പേരോ? അത് പിന്നെ കസേര പിടിക്കാൻ ഒരാള്, ബൾബ് മാറ്റാൻ ഒരാള്. അപ്പൊ ഇയാളോ? സ്വിച്ച് ഇട്ട് നോക്കണ്ടേ ബൾബ് കത്തണ്ടോന്ന് ഒരാള് വേണ്ടേ? എന്താ അത്? അല്ല, അച്ഛൻ തിരുമേനി എന്താ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? അതെ, 2 ദിവസം കഴിഞ്ഞ് വരുമെന്നാണല്ലോ പറഞ്ഞേ. അങ്ങനെയാണ് കരുതിയിരുന്നത്. അപ്പൊ കുട്ടിക്ക് ഈ ഫ്ലാറ്റ് ഒന്ന് കാണണമെന്ന് നിർബന്ധം. പോരാത്തന്നെ എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണായിരുന്നേ. എന്നാ പോയിട്ട് വാ, ബാങ്ക് ടൈം കഴിയും. പോയി അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വരണേ. ഇയാളന്ന് നിങ്ങളോട് ഉണ്ടായിരുന്ന നോർത്ത് ഇന്ത്യൻ പൂജാരി അല്ലേ? അതെ 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 അദ്ദേഹം തന്നെ. ഓർമ്മയുണ്ടോ? സുഖല്ലേ? നീ വാ പൊളിക്കരുത്. അമ്മാമയോട് വാ വിളിക്കലെന്ന് പറയാൻ നീ ഏതാടാ വാവളപ്പ? അമ്മാമ പൊളി, അമ്മാമേ വായ. സംഗതി അങ്ങനെ അല്ലാട്ടോ, തെറ്റെന്റെ ഭാഗത്താ. രാവിലെ ആൾക്ക് പല്ലുവേദനയെന്ന് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത് വാ വിളിക്കരുന്ന്. ഇപ്പൊ ആരെന്ത് ചോദിച്ചാലും വാ വിളിക്കരുന്ന് പറഞ്ഞോണ്ട് ഇറക്കാം. ബാബു ആര് ചോദിച്ചാലും വാ വിളിക്കരുന്ന് പറയാനല്ല പറഞ്ഞേ, തിരുമേനി ചോദിക്കുന്നതിനൊക്കെ മാത്രം ഉത്തരം പറയാ കേട്ടോ. ശരി മുതലാളി. ആ ശരിയായി, പല്ലുവേദന കുറവുണ്ടെന്ന്. പോട്ടെ, സാരല്ല. ഫ്ലാറ്റിന്റെ ദർശനം കിഴക്കോട്ടാണ് അപ്പൊ അല്ലേ? നല്ലതാ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. Oh man, how is it gonna end? It's not. തീരെ ഇല്ലല്ലോ അമ്മാമേ. വായുസഞ്ചാരം. So it's not a ghost for sure. ഇത്രയും കാറ്റും വെളിച്ചമുള്ള ഒരു ബാൽക്കണി നിന്റെ കണ്ണി പെട്ടില്ലേ? ആ ബാൽക്കണി പുറത്തോട്ട് തള്ളിയിരിക്കുവാണല്ലോ. എന്നൊരു കാര്യം ചെയ്യൂ, ഈ ബാൽക്കണി പൊളിച്ച് അകത്തുകൊണ്ട് വെക്കൂ. വിവരക്കേട് പറയരുത് വൈദി. സൂക്ഷിച്ച് നിൽക്കണ ചേട്ടാ, തെന്നി താഴെ വീഴും. എണ്ണാൻ നിൽക്കാൻ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അടങ്ങി നിൽക്കൂ. ബാബു ഉള്ളതുകൊണ്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് നല്ല പണി കിട്ടി ചേട്ടാ. നന്നായി. ഇവിടെ പലരും ഇപ്പൊ പണിയില്ലാണ്ട് നടക്കാണേ. വരൂ, ബാക്കി മുറികൾ കാണാം. ഈ അല്ല വീഴും. എന്നെ പിടിക്കണ്ട. ഞാൻ വീഴാതിരിക്കാനാ. എന്താ ചെയ്യാ? അങ്ങോട്ട് വീഴുക അങ്ങോട്ട്.
Oh, Sabri is never getting married to the girl. നമുക്കെന്നാ മുറികൾ ഓരോന്നായി കണ്ടാലോ? അതിനു മുമ്പ് നമുക്ക് ഈ അപ്പാർട്ട്മെന്റ് ചുറ്റുപാടൊന്ന് ചുറ്റി കാണാം. ഏത് അത് ഇവൻ ഇപ്പൊ തന്നെ ഒരു 3 പ്രാവശ്യം എന്നെ ഈ ഫ്ലാറ്റിന് ചുറ്റും നടത്തി കഴിഞ്ഞേ. ഉവ്വോ, ഞാൻ ആദ്യം മുതൽക്ക് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. തനിക്കിനി തന്റെ രീതിയിൽ സംസാരിക്കാൻ ഞാൻ പറയണ പോലെ പറയണം എന്നില്ല. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ തിരുമേനിയോട് സംസാരിക്കുമ്പോൾ എന്റെ വായിന്ന് ഇതേ വരണല്ലോ. ഇതാകുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുമല്ലോ. എന്താന്നറിയില്ല, അത് കേൾക്കുമ്പോ എന്നെ കളിയാക്കുന്ന തോന്നലേ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരി, നമുക്ക് മുറി കാണാം. എന്നാ പിന്നെ നമുക്ക് ആ മുറി പിന്നെ കാണാം. ഈ മുറി ആദ്യം കാണാം. അതെന്താ ആ മുറി ആദ്യം കണ്ട? നമുക്ക് ആ മുറി തന്നെ ആദ്യം കാണാം. ബാ ബാ ബാ. വൈദ്യ ഒന്ന് ചുമ്മാതിരിക്കാം. അവരാദ്യമായ ഒരു കാര്യം പറഞ്ഞല്ലേ, നമുക്ക് ആ മുറി തന്നെ കാണാം. വരൂ. വല്ല വൈദ്യക്കാണല്ലോ ഫ്ലാറ്റ് കാണാൻ നിർബന്ധം. എന്നാ പിന്നെ വൈദ്യയുടെ ആഗ്രഹം നടക്കട്ടെ. നമുക്ക് ആ മുറി കാണാം. വരൂ ബാബു, കൊണ്ടുവരൂ. സന്തോഷമായില്ലേ? നമുക്ക് എന്നാ ആ മുറി കാണാം. ഈ ചെക്കന്റെ കാര്യം. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ മുറി തന്നെ കാണാം. വരൂ. വരണോ? മാമേ, എന്താ ഇപ്പോ? വെറുതെ അല്ല നമ്മളെ ഈ മുറിയിലേക്ക് അയക്കാതെ തന്ത്രപരമായ അപ്പുറത്തെ മുറിയിലേക്ക് അയക്കാൻ നോക്കിയത്. ദേ കണ്ടില്ലേ, കന്നിമൂലയില് കക്കൂസ്. കന്നിമൂലയില് കക്കൂസ്? ഇത് കന്നിമൂല അല്ല. ഇതാണ് കന്നിമൂല. അപ്പൊ കന്നിമൂല എവിടെ? ഇത് കന്നിമൂലയാണെന്ന് എങ്ങനെയാ നിശ്ചയിച്ചേ? അതിന് നമ്മള് ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് കർക്കിടകം, ചിങ്ങം, കന്നി, Inky Pinky Hospital. തൃക്കട്ട, മൂലം. അപ്പൊ ഇവിടെ കന്നിമൂല ഇവിടെ ആയിട്ട് വരും. Oh, it's like Inky Pinky Ponky, father has a donkey, that types, huh? അബദ്ധം പറയാൻ പറ്റണേ. ഇത് ഞാൻ വാ തുറന്ന ഈ കൊട കയറ്റി വെച്ച് ഞാൻ തുറക്കൂട്ടോ. ശിവനെ ഡാർക്ക്. ഓഹോ, അപ്പൊ ഇതിനകത്ത് ആരെയോ കയറ്റി ഒളിപ്പിച്ച് വെച്ചേക്കും അല്ലേ? വെറുതെ അല്ല, 3 പേരോട് നിന്ന് പരുങ്ങണേ. ഇറങ്ങി വാടി ഇങ്ങോട്ട് കന്നിമൂലയെന്ന്. ഇയാളായിരുന്നു ഭൂതോ? ഭൂതല്ല, ബോധം പോയതാ. പല്ലുവേന കൂട്ടിട്ടേ ബാബു. അതെ, കുഴപ്പമൊന്നുമില്ല. താനിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചു മുമ്പ് അവിടെ പോയെന്ന് അറിയത്തില്ല. കണ്ണൂർ നോക്കുമ്പോ ബാത്റൂമില്ല. അല്ല, തിരുമേനി എന്താ ഇവിടെ? ഞാനല്ലേ ഈ ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നത്. ആ, ഓർമ്മ വന്നേ. ഇപ്പൊ ഓർമ്മ വന്നില്ല, മനസ്സിലായി. തിരുമേനി ഫ്ലാറ്റ് വാങ്ങിക്കരുത്. അതെന്താ? ഇവിടെ ഒരു ദുർമണം നടന്ന സ്ഥലവാ. അല്ല. ആണ്, അത് മാത്രമല്ല ഇവിടെ പ്രേതബാധയുണ്ട്. ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? എടാ, ഞാൻ വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജിന്റെ അവിടെ പോയതാ. പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോ ബാത്റൂമിൽ. അതെങ്ങനെയാടാ? ഈ മനുഷ്യൻ നിനക്ക് പറ്റിച്ച് മതിയായില്ലടാ. പാവം തിരുമേനി. അച്ഛൻ, ഞാൻ ഒരു സത്യം പറയട്ടെ? പറയരുത്. പറയും. ആരെങ്കിലും ഒന്ന് പറയടോ. ആ സത്യം ഈ സത്യം ഞാൻ പറയാം. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയി ഷോക്ക് അടിച്ച് കിളി പോയി ചുമന്ന് ഇവിടെ കൊണ്ടിട്ട് ഞങ്ങളാ. തിരുമേനി, ഇമാരെല്ലാം കള്ളന്മാരാ. ഇവിടെ കിടന്ന് ഞാൻ എങ്ങനെയാടാ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നേ? അത് ബോധം വന്നപ്പോ താഴിട്ട് പോയാലോ മൂപ്പിലാനെ. അച്ഛൻ, ഈ അപ്പാർട്ട്മെന്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഉണ്ട്, ഞാൻ കണ്ടതാ. ദേവന് കണ്ടതാ. നീ കണ്ടോടാ? ഞാൻ സത്യം പറഞ്ഞോട്ടെ മലയാളി, പറ. ഞാൻ കണ്ടിട്ടില്ല. സോറി മലയാളി, എനിക്ക് സത്യം പറയേണ്ടി വന്നു. ഇത് പോരാളി ഒത്തുകൊടുക്കണ. എടാ, ഈ ഫ്ലാറ്റ് വിട്ട് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ കള്ളം പറയണേ. ഓഹോ, ആ കമ്മീഷൻ നീ കമ്മീഷൻ എടുക്കണ കള്ള. നിർത്ത. ലോകത്തുള്ള കള്ളന്മാരെ എല്ലാം തെരഞ്ഞു പിടിച്ച് മോക്ക് വേണ്ടി സംബന്ധം വലയിക്കുന്ന ഒരു മണഗുണാഞ്ചൻ തന്ത എന്നേ നാട്ടുകാര് പറയും. എന്നിട്ട് ഇതുപോലെ ചിരിക്കും. താൻ എന്റെ മകളെ എന്നെ ചതിക്കായിരുന്നുല്ലേ? അല്ല, ഞാൻ പറയാൻ പോയിരുന്നു. ഇയാളെ Oh, this marriage is not happening now. തന്നെ പോലെ No kalyanam. വേളി ഏൽപ്പിച്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ മകള് അത്രയും കരഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. തിരുമേനി, കടുത്ത തീരുമാനം എടുക്കാൻ വരട്ടെ. മോളെ വേണേ ഇനിയും കരയിക്കാം. മതി, നിർത്തിക്കോളുക. ഇനി ആരും ഇവിടെ എന്റെ പേര് പറഞ്ഞ് നിക്കണം എന്നില്ല. ഫ്ലാറ്റും നടക്കില്ല, കല്യാണവും നടക്കില്ല. എല്ലാരും ഇറങ്ങുക. കല്യാണം നടക്കില്ല. വൈദ്യ ഇങ്ങോട്ട് വരിക. ഒരു തവണ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വൈദ്യ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതെ, സമാധാനം നിനക്ക്. എന്റെ ജീവൻ തുറച്ചപ്പോ ഞാൻ ഒരു 1000 തവണ പറഞ്ഞത് വേണ്ടെന്ന്. എടാ ജസ്റ്റിനെ, ഞാൻ ഈ ഒരു പുല്ലും പറയണ്ട. ഇനി ഞാൻ നീ നമ്മൾ ഒരു ബന്ധവുമില്ല. ഞാൻ പോവാ. ചേട്ടാ, നിങ്ങൾ പെണ്ണുങ്ങളുടെ ചേട്ടാ, മലയാളി പാവ ചേട്ടാ, കൂട്ട് ചേട്ടാ. എടാ, തോർത്തെന്തിയെ? എനിക്കറിയില്ല. മലയാളി സച്ചിൻ. സച്ചിനല്ല, കള്ളനാടാ. കള്ള. ഞാൻ കള്ളാണത്. എന്താണ് എന്റെ പേര്? സച്ചിൻ. സച്ചിനാ? ജോണി. ധോണിയല്ല, ജോണി. ദേ നിൽക്കുന്ന നിന്റെയൊക്കെ പ്രേതം. ഞാൻ പ്രേതം, ഇവിടെ പ്രേതമൊന്നുമില്ലാന്ന്. കള്ളനാടാ. എങ്ങനെയാണ് ഇതിനകത്ത് കയറിയ? എന്റെ കള്ളത്താക്കോലുണ്ട്. കള്ളത്താക്കോലോ?
ലേക്കിൻ ചേട്ടനെ എവിടെ ഒളിച്ചിരിക്കും? കള്ളനോട് കിന്നിരിക്കുന്നോടാ. എവിടെയാണ് വിളിച്ചിരുന്നത്? അത് പിന്നെ ഒരു ഓട്ടം ഉണ്ട്, അതിന്റെ മോളിൽ വിളിച്ചിരുന്നത്. ഇപ്പൊ അടഞ്ഞോ ഇല്ലെങ്കിൽ പിടിക്കില്ലായിരുന്നു. തగ్గടിക്കണം നീ. വിളിക്കടാ പോലീസിനെ. പിന്നല്ലാണ്ട് എവിടെ ഫോൺ അതിന്റെ പോനായിട്ട് വെറുതെ പോലീസിനെ വിളിക്കല്ലേ? ഞാൻ 2 ദിവസത്തെ വർക്കായിട്ട് വന്നാണ്. നിങ്ങളെ പേടിപ്പിച്ച് പറഞ്ഞോണ്ടിരിക്കും 10,000 വരാന്ന് പറഞ്ഞു. ആര്? സൂര. അയാൾ എന്തിനാണ്? എന്തിനാണ് സൂരക്ക് ഈ ഫ്ലാറ്റ് വേറെ ആർക്കും മറിച്ച് വെക്കാനുള്ള എന്തൊരു പരിപാടിയുണ്ട്. മറിച്ച് വെക്കാനോ? ആർക്ക്? ആർക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അയാളും സൂര്യ ഇന്ന് വൈകിട്ട് 5 മണിക്ക് കണിയമ്പഴ പാലത്തോടെ മീറ്റ് ഉണ്ട്. എനിക്ക് കാശ് മേടിക്കാൻ അങ്ങോട്ട് അല്ലാന്നാ പറഞ്ഞത്. ബാബു വാടാ. It'll be them only. കമ്മീഷൻ കൂട്ടേണ്ടി വരും. ഈ എമൗണ്ട് നടക്കത്തില്ല. എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ കച്ചവടം മുടക്കിയെന്നറിയോ? Oh. ഞാൻ കാഞ്ഞുകൊണ്ടായിരുന്നു. എന്റെ പൊന്നേട്ടാ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ? ഞാൻ NRIനെ കണക്ട് ചെയ്ത് ഞാൻ ബ്രോക്കറാജ് മുഴുവൻ നിങ്ങൾക്കല്ലേ? ഈ ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ കന്നം തിരിഞ്ഞ പരിപാടി മൊത്തം കാണിച്ചത്. ഒരാത്തിന് ആ പ്രേതോട്ട് അവന് ഞാൻ കോക്കാച്ചി കൊണ്ട് ഇപ്പൊ വരും. അവനും കാശ് കൂടുതൽ വയ്ക്കും. എടാ ഇയാള് നമ്മുടെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാ. ഇയാളെന്റെ അടുത്ത് സച്ചിന്റെ കാര്യം പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവനാണ് സൂര്യയെ കൊണ്ട് ഈ കളി മൊത്തം കളിപ്പിച്ചത്. പിടിക്കാം നിക്ക്. തൽക്കാലം മറ്റവൻ പോട്ടെ, അവനെ ഫ്ലാറ്റിൽ നിന്ന് നോക്കാം. സൂര്യക്കുള്ളത് കൈയോടെ കൊടുക്കാം. വാ. ശരിയാണല്ലോ അവനെന്ത്? അതൊന്നും അന്വേഷിക്കട്ടെ, കാശിടാ അവനെ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇത്രയോ ബാക്കി എവിടെ? എന്റെ പൊന്നിയേട്ടാ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളല്ലേ, വിളിക്കാൻ ഞാൻ പോയിട്ട് വരാം കേട്ടാ. ആ വിളിക്കണം, ഇല്ലേ ഞാനങ്ങ് വരും. അത് കൊള്ളാം. തോളുള്ള മാസ്ക് വല്ല മേടിക്കേണ്ടി വരും. ബാബു. അമരേന്ദ്ര ബാബു ബളേ. സാല സുറ. ഹലോ എടാ, സൂര്യനെ പറഞ്ഞ ഞാൻ നൈസാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ അളിയാ, നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് നീ ഫണ്ട് ഇറക്കുന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ്ടാ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിച്ചേക്കണേ. നീ ഫണ്ട് ഇറക്കുമല്ലോ അല്ലേ? ഇറക്കിയിരിക്കും. എടാ വേണിയെ ഞാൻ കല്യാണം Such a lie. എടാ പൈനാപ്പിൾ തലയാ, വേണിയെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ ഫ്ലാറ്റ് വാങ്ങാൻ വെച്ചിരിക്കുന്ന കാശൊക്കെ പിന്നെ എൻ്റെ. അതിന് ഞാൻ കുറച്ചെടുത്ത് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടെന്നും വരും. അതിനൊക്കെ കുഴപ്പമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. എന്നാ എനിക്ക് കുഴപ്പമുണ്ടേ. പറഞ്ഞു വരുന്നുള്ളൂ. എന്റെ കൈവശം വെച്ചിട്ടാ ഈ കിളവൻ ഇത്രയും നാള് റോക്കി ബായ് കളിച്ചിവിടെ നടന്നത്. വേണിയെ കെട്ടി കാശെല്ലാം കൈ വന്ന ആ കിളവനെ ഞാൻ അടിച്ച് ചവിട്ടി പുറത്താക്കും. നീ എന്താ ചേച്ചി? See, that's why he wants to marry. He wants to take badla. It's all revenge. ഫണ്ട് സെറ്റ് ആക്കിയിട്ടൊന്ന് വിളിക്കളിയാ. ആ ശരി. എന്താ അമ്മാമേ? Dusra. Oh. Okay. Of course, it's open-ended. Makes sense to actually do another part because of course it's completely open-ended. Wow. Couple of you told me that Dusra was not that great, but it's not that bad also. I mean, I wouldn't say ki, I mean, of course it's not the level of what Scoot is or Tera Para, but it's decent enough. It's quite decent because it's a very different topic and you know everything about that flat. And yes, if you see it from like a very critical perspective that ghost is trying to scare away and all, it's a very simple sort of plot. But I think it's fine because the way they have directed it, I think Anu's presence in the second episode was just hilarious. And at the beginning of the third episode when he said when he's and the dial tone that is root ki sabhi line vyast hai and he's crying, oh man, I think those moments just made it so beautiful for me at least. And I really feel for Justin, Kiran's character. He is just this poor chap who just wants to get married to the woman that he loves, and so much papad he has to basically fry. I love it. I feel for Justin. And Vaidhi is such a sly character. So he's the main villain. I somehow was feeling that it's gonna come back to him. So yes, so we find out at the end that all this was like the master planner was Sabrisha's character. So wow, I really enjoyed it. It's not like I did not enjoy it. I mean, a lot of people told me that I might not. But yes, like I said, in a couple of instances where the kulcha reference and naan, that was of course it has a more comical punch
when you know the language, but I was reading it and I understood the joke because it was mentioned in the subtitles. So that I understood that how sometimes the jokes get lost in translation because you're reading it and you're understanding the situation and the context from the subtitle. But also the acting, the way the dialogues are said, it always makes a difference. And all of these guys are such great actors. They just get into the character and I just love that. I absolutely love it. So yes, that was my reaction for all the 3 parts of Dusra. So Tera Para, another movie is going to come. Dusra second part is going to come. A lot of you told me Ulka might be again, like there might be a second part because I think Nikhil Prasad only said that Malak, Malak will be back. So I think for Jeevan, my favorite Jeevan character, the character played by Jeevan is Malak. It's just stuck in my head. I really liked him in The Negative Shade. And for Anu, though, it has to be this one. It has to be Babu Nambudari. Oh man, I love it. So yes, that was my reaction, guys. I hope you had fun and enjoyed it. Do share your opinion and thoughts about why you like Dusra or why you do not like Dusra. I mean, the opinions can go either way. Because most of you have watched so many Karikar sketches and all, so of course there would be favorites, most favorite, least favorite, and there is always going to be like a comparative analysis from the viewer's perspective as well. So yeah, I'll sign off now. I hope you have come till the end of the video and I will see you soon on my next video. Bye bye.